നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ്. അങ്ങനെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ ഇതുവരെയുള്ള പെർഫോമൻസ് ഒരു ഗ്രാഫിലൂടെ വരച്ചു കാണിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഓരോ ആൾക്കാരും വന്ന് വെറുപ്പിച്ച് കയ്യിൽ കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഓരോ ആളുകളുടെയും പെർഫോമൻസിനെ കുറിച്ച് അവരവർ തന്നെ വന്ന് പറയുന്നത് വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരാൾ മറ്റൊരാളുടെ ഗ്രാഫാണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഇൻട്രസ്റ്റിംഗ് ആയേനെ കാര്യങ്ങൾ. എന്നാൽ ടാസ്ക് അത്യാവശ്യം ബോറിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരു കസേരയൊക്കെ ഇട്ടിരുന്നാണ് ഇത് കേൾക്കുന്നത്. എന്നാൽ ഈ ഒരു ടാസ്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ച ഒരാളെന്ന് പറയുന്നത് ജിൻഡോ ആയിരുന്നു. അവിടെ ഏറ്റവും നന്നായിട്ട് ആ ഗ്രാഫ് പ്രസന്റ് ചെയ്തത് ജിൻഡോ ആയിരുന്നു. അപ്പോൾ ജിൻഡോ ആ ഗ്രാഫിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, അമ്മക്ക് അടിപിടിയൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു ഇവിടെ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അങ്ങനെ വന്ന 2 ദിവസം ഞാൻ മര്യാദക്കിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് ആ ഒരാഴ്ചയിൽ 9 പേരാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അമ്മ പറഞ്ഞ വാക്കും കേട്ടിരുന്നാൽ കളിയൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ തന്നെ ഒരു ചായയിൽ കയറി പിടിച്ച് ഞാൻ വഴക്കുണ്ടാക്കി. അങ്ങനെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ജയിലിൽ പോയി. എനിക്ക് മണ്ടൻ എന്നുള്ള ടാഗും കിട്ടി. സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഒരിക്കലും ഡാൻസ് കളിക്കാത്ത ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്തു. അപ്പോൾ എന്നെ ലാലേട്ടൻ അപ്രിഷിയേറ്റ് ചെയ്തു. എല്ലാവരും കൈയടിച്ചു. നാട്യമയൂരം ചിഹ്ന എന്ന സമ്മാനവും കിട്ടി. പിന്നെ തേർഡ് വീക്ക് ആയപ്പോഴേക്കും പവർ റൂമിൽ കയറി ഞാൻ. ആ ഒരു വീക്കിൽ തന്നെയാണ് ചീത്ത വിളിച്ചതിന്റെ പേരിൽ ലാലേട്ടൻ എന്നെ പുറത്താക്കിയത്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാനിവിടെ ചത്തു എന്ന്. അങ്ങനെ ലാലേട്ടനോട് സോറി പറഞ്ഞ് എന്നെ ഇവിടെ തിരികെ കയറ്റി. പിന്നെ എന്റെ മനസ്സിൽ ചിന്തിച്ചു ഇനി ചീത്ത ആരെയും വിളിക്കില്ല എന്ന്. ഇനിയും ചീത്ത വിളിച്ചാൽ 100% എന്നെ പുറത്താക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചീത്ത വിളിക്കില്ല എന്ന് ഞാൻ ദൃഢമായി പ്രതിജ്ഞ എടുത്തു. അപ്പോഴാണ് വൈൽഡ് കാർഡുകൾ വന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെയുള്ളവരോട് പറഞ്ഞു കഷ്ടപ്പെട്ടാണ് 6 പേരെ പുറത്താക്കിയത്. അപ്പോൾ തന്നെ 6 പേർ വന്നു. പക്ഷെ അവരോടൊക്കെ ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ പിറ്റേ ദിവസമാണ് ലാലേട്ടൻ വിഷുവിന് ഇവിടെ എത്തുന്നത്. അങ്ങനെ ലാലേട്ടൻ എനിക്ക് വിഷു കൈനീട്ടം തന്നു. ലാലേട്ടൻ ഇവിടെ വന്നപ്പോൾ എന്റെ കൃഷ്ണനായി വന്ന ഡാൻസ് ഒക്കെ കണ്ട് ലാലേട്ടൻ ഫോട്ടോ എടുക്കുന്ന ആംഗ്യം കാണിച്ചു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് കുളിർന്നു പോയി. പിന്നെ ആ ഒരു സമയത്താണ് 11 വോട്ട് കിട്ടി എനിക്ക് ക്യാപ്റ്റൻസി ലഭിച്ചത്. അപ്പോൾ എന്റെ കോൺഫിഡൻസ് ലെവലും കൂടി. പിന്നെ അതിനുശേഷമാണ് ഫാമിലി ടാസ്കിൽ അമ്മയും അച്ഛനും ഇവിടെ വരുന്നത്. അവർ വന്നപ്പോൾ എന്റെ മനസ്സിന് ഒരുപാട് സുഖം കിട്ടി. അതുപോലെ എന്റെ നാട്ടിൽ വലിയൊരു ഫ്ലക്സ് എനിക്ക് വേണ്ടി കെട്ടിയത് ഞാൻ അറിഞ്ഞു. എന്റെ നാട്ടുകാരൊക്കെ എന്നെ അംഗീകരിച്ചു. എന്റെ മനസ്സിൽ എന്റെ നാട്ടുകാർ എന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ജോജി ചേട്ടൻ ഇവിടെ വരുന്നത്. ഞാൻ പേഴ്സണലി ട്രെയിനിങ് കൊടുത്ത ആളാണ്. ആ ചേട്ടൻ വന്നപ്പോൾ എനിക്ക് നല്ല മോട്ടിവേഷൻ തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ടിക്കറ്റ് ടു ഫിനാലെ എത്തി. എന്റെ എല്ലാ എഫേർട്ടും ഞാനതിലിട്ടു. എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാനതിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അങ്ങനെ ഡേ 1 മുതൽ ജിൻഡോന്റെ മനസ്സിലുണ്ടായ എല്ലാ കാര്യങ്ങളും ജിൻഡോ ഈ ടാസ്ക് വഴി എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോ എന്ന വ്യക്തി എന്താണെന്നറിയാൻ ഈ ഒരു ടാസ്ക് കൊണ്ട് സാധിച്ചു. ചിലർ വിചാരിച്ചതുപോലെ ജിൻഡോ മണ്ടനല്ല, അവിടെയുള്ളവരിൽ ഏറ്റവും ബുദ്ധിമാൻ തന്നെയാണെന്ന് ഈ ടാസ്ക് കൊണ്ട് ജിൻഡോന് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.